അങ്ങ് മന്ത്രിയാകുന്നുള്ളത് ഉറപ്പാണ്. അല്ല, അപ്പുറത്തേക്ക് വേറെ ക്ലെയിം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? അല്ല, അതല്ല. ഇന്ന് പാർട്ടി കമ്മിറ്റി ഇപ്പോൾ കൂടാൻ പോവുകയാണ്. പാർട്ടി കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തീരുമാനിച്ച് നമ്മൾ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. മറ്റേ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങളൊന്നുമായി ഞങ്ങൾ പോകത്തില്ല. ഒരു മന്ത്രിസ്ഥാനം മാത്രം മതിയാകുമോ? അല്ല, അത് പാർട്ടി ആലോചിച്ചിട്ട് ചെയ്യാം. 102 MLA ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളപ്പോൾ RSPക്ക് 4 MLA-മാരാണുള്ളത്. അന്നേരം അതിൻ്റെ പ്രായോഗിക തലത്തിൽ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങൾ പാർട്ടി മുന്നോട്ട് വെക്കില്ല. ആദ്യം ഇതൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി ആരെന്നൊക്കെ തീരുമാനിക്കണം. ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ അത് എങ്ങനെയാണ്? കോൺഗ്രസിൽ ഇപ്പോൾ പലതരത്തിലുള്ള അവകാശങ്ങളൊക്കെ നടക്കും. അല്ല, അങ്ങനല്ലല്ലോ. അതത് പാർട്ടിയാണല്ലോ, അതാത് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാരെ തീരുമാനിക്കുന്നത്. ഇന്നലെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. RSPയുടെ ഇന്ന് തീരുമാനിക്കും. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള തീരുമാനം എടുക്കും. ആ തീരുമാനം എല്ലാ ഘടകകക്ഷികൾക്കും ബാധകമാണ്. അതിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയുടെ പാർലമെൻ്ററി പാർട്ടി ആരായിരിക്കണമെന്ന് പറയാനോ ഞങ്ങൾക്ക് അവകാശമില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു മാൻഡേറ്റ് ജനം തന്നു. അവർ ഏതെങ്കിലും തരത്തിൽ ആ ജനതയ്ക്ക് മാനിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ തീരുമാനങ്ങൾ ഈ കാര്യത്തിലും വേണ്ടതല്ല. എന്താണ് ജഡേഷനിൽ RSPയുടെ അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു തിളക്കമുണ്ടല്ലോ, അതിങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ തിളക്കമില്ലാതെ ആക്കരുതെന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാം. പ്രവർത്തകരാണ്. ഇപ്പോൾ ഏതെങ്കിലും നേതാവ് ഏതെങ്കിലും കാര്യം ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. മാധ്യമങ്ങളിൽ ചർച്ച വരുന്നു. പ്രവർത്തകർക്ക് ആഗ്രഹങ്ങൾ കാണും. പക്ഷേ ആ ആഗ്രഹങ്ങൾ അതിരുവിട്ട് പോകുമ്പോൾ അത് മൊത്തത്തിൽ UDFന് ദോഷകരമായി മാറും. അത് ഉണ്ടാകരുതെന്ന് മാത്രമേ RSPക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഇനിയും ഇങ്ങോട്ട് പലതവണ വരേണ്ടി വരും അല്ലേ RSP ഓഫീസിലേക്ക്? തീർച്ചയായിട്ടും. എന്താണെന്നാലും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ RSPയുടെ അതിൻ്റെ ഭാഗമാകുമല്ലോ. അന്നേരം തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും. തൊഴിൽ വകുപ്പ് മാറ്റി ചോദിക്കാറുണ്ട്. അല്ല, അതൊന്നും ഇപ്പം നമ്മൾ പറയണ്ട. ഇപ്പം പാർട്ടി ഇന്ന് കൂടുമ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പോലും അറിയില്ല. കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളായിട്ടില്ലല്ലോ. എന്താണെങ്കിലും പാർട്ടി എല്ലാ വശങ്ങളിലും അന്ന് 2011 അന്ന് ഞാൻ RSP B ആയിരുന്നു. അന്ന് 72 പേരിലേക്ക് എണ്ണം നിന്നതുകൊണ്ടാണ് ഏറ്റവും ജൂനിയറായ ഏറ്റവും ചെറുകക്ഷിയായ ഞാൻ അന്ന് മന്ത്രിസഭയിലേക്ക് വന്നതും തൊഴിൽ വകുപ്പ് കിട്ടിയത്. ഇന്ന് RSP ഈ മുന്നണിയിലെ 4ാമത്തെ കക്ഷിയാണ്. 4 MLA-മാരുടെ പിന്തുണയുണ്ട്. അതിനനുസരിച്ചുള്ള പരിഗണന കോൺഗ്രസിൽ നിന്നും ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.